നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പൂച്ചയ്ക്കെന്ത് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം, ഒരു പഴമൊഴിയാണിത്. എന്നാൽ ഇത്തരമൊരു ചോദ്യം ചോദിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. രാജ്യത്തെ ഗവൺമെന്റിന്റെ ഒരു സംരംഭം കമ്മീഷൻ ചെയ്യുന്ന മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പിണറായി വിജയന്റെ മകൾ വീണയുടെയും കമലയുടെയും ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ തീന്മേശയിൽ ഉണ്ണാനിരിക്കുന്ന ചിത്രങ്ങളല്ല ഇത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഗവൺമെന്റിന്റെ ഒരു സംരംഭം കമ്മീഷൻ ചെയ്യുന്ന മീറ്റിംഗ് ആണ്. അവിടെയാണ് കെട്ടിയോനും കെട്ടിയോളും മോളും പേരക്കുട്ടിയും ഒക്കെ ഇരിക്കുന്നത് എന്ന തരത്തിൽ ആക്ഷേപം ഉയർത്തുകയാണ് സോഷ്യൽ മീഡിയ. കഴിഞ്ഞ ദിവസമാണ് മെയ് 2-ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ കുടുംബത്തോടെ എത്തിയത്. ഇതാണ് സാധാരണക്കാരായ ജനങ്ങളെ ചൊടിപ്പിച്ചത്. നേരത്തെയും പിണറായി വിജയൻ മകളെയും പേരക്കുട്ടിയെയും ഭാര്യയും ഒക്കെ ചേർത്ത് നടത്തുന്ന വിദേശയാത്രകൾ ചർച്ചാ വിഷയമായിരുന്നു. ഒരു കാരണവും കൂടാതെ പങ്കെടുക്കുന്ന യോഗങ്ങളിലെല്ലാം യാതൊരു പ്രോട്ടോകോൾ പോലും പാലിക്കാതെ ഭാര്യയെയും മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ കൊണ്ടുപോകുന്ന പതിവ് പിണറായി വിജയനുണ്ട്. പിണറായി വിജയൻ ഭാര്യയെ കൊണ്ടുപോകുന്നത് പിണറായി വിജയന് സുഖമില്ലാത്തതിനാലാണ് എന്ന വാദമൊക്കെ ഉയർത്തുന്നുണ്ട്. എന്നാൽ പണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങിൽ, കൊച്ചി മെട്രോയുടെ ചടങ്ങിൽ കുമ്മനം രാജശേഖരൻ പങ്കെടുത്തതിനെ ഒരു പ്രയോഗത്തിലൂടെ തന്നെ ഇടതുപക്ഷം ശക്തമായി അപലപിച്ചിരുന്നു. എന്നാൽ പിണറായി വിജയനെതിരെ കമ എന്നൊരക്ഷരം മിണ്ടാനോ അപലപിക്കാനോ ആർക്കും കഴിയില്ല. മകൾ കാണിച്ചു കൂട്ടിയ മാസപ്പടി അടക്കമുള്ള അഴിമതികൾക്ക് കൂട്ടുനിൽക്കാൻ പോലും ശ്രമിക്കുന്നതും അതിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നതും സഖാക്കന്മാർ തന്നെയാണ്. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ സഖാക്കന്മാർ. ഇതൊക്കെ കണ്ട് ആർക്കെങ്കിലുമൊക്കെ ധാർമ്മിക രോഷം ഉയർന്നാലും കമാന്നൊരക്ഷരം ഉരിയാടാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, AKG സെന്ററിലേക്ക് PK ശ്രീമതിയെ കയറ്റില്ല എന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യം. ഇപ്പോൾ CPM എന്നാൽ പിണറായി വിജയനാണ്. അതിൽ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചാലും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചാലും ആര് തീരുമാനിച്ചാലും പിണറായി വിജയൻ തന്നെയാണ് ഇന്ത്യയിലെ CPM. ഭരണമുള്ള പണമുള്ള ഏക മുഖ്യമന്ത്രി, ഏക സംസ്ഥാനം കേരളമായതുകൊണ്ട് തന്നെ പിണറായി വിജയനോട് മറുത്തൊരക്ഷരം ഉരിയാടാൻ ആർക്കും കഴിയുന്നുമില്ല.